രഞ്ജിത്ത്, കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ഭീകരമാണ്, കാലാവസ്ഥയും ഭീകരമാണ്, നല്ല ചൂടാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തേക്കാൾ ചൂട് കൊല്ലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കൂടെ പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് രഞ്ജിത്തിന് തന്നെ പരിചിതനായ നമ്മുടെ BJP സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറാണ്. വളരെ വൈകിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു, കളം പിടിച്ചു കഴിഞ്ഞു BJP സ്ഥാനാർത്ഥി. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഗുഡ് മോർണിംഗ്. ചെറിയ ഒരു പണി കാലാവസ്ഥ തന്നിട്ടുണ്ട് അല്ലേ? പെട്ടെന്ന് ചൂടിലേക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചെറിയ പനി 2 ദിവസം പ്രചരണത്തെ അത് ബാധിച്ചു. അല്ല, അതൊക്കെ എൻ്റെ ഭാഗമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വെയിലൊക്കെ കൊള്ളാറുണ്ട്, മഴ കൊള്ളാറുണ്ട്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം നമ്മൾ വെയിലത്ത് നിൽക്കുന്നവരല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം വരും. പിന്നെ ഈ പറഞ്ഞൊരു ഭക്ഷണവും എല്ലാം നമുക്ക് താളം തെറ്റി. ഇതൊക്കെ പിന്നെ ഒരു സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിറ്റൊക്കെ കൂടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അതും കുറഞ്ഞ് കിട്ടി, വലിയ ചിലവൊന്നുമില്ലാതെ. അതുകൊണ്ട് ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ഒരു ഗൗരവമേറിയ സംഭവമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയമേ ഉറങ്ങുന്നുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം കൊല്ലം എനിക്ക് പരിചിതമുള്ള സ്ഥലമാണെങ്കിലും തീർത്തും തിരുവനന്തപുരം പോലെയല്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ കൊല്ലത്തെപ്പറ്റി കാര്യമായി ഒന്ന് പഠിക്കണം. എന്തൊക്കെയാണ് ഇവിടെ വികസനം നടക്കാതെ കിടക്കുന്ന മേഖല, എന്തൊക്കെ സാധ്യതകളുണ്ട്. ഞാൻ നാളെ ഇവിടെ നിന്ന് പ്രതിനിധീകരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പദ്ധതികളിലൂടെ കൊണ്ടുവരാൻ കഴിയും. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാലങ്ങളായി വികസനം മുരടിച്ച് കിടക്കുന്ന ഒരു സംസ്ഥാനം, ഒരു ജില്ലയാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കൊണ്ടുവരാമെന്ന് വിശദമായി നമുക്ക് പഠിക്കാൻ കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഉറങ്ങുക, കൂടുതൽ നേരം പ്രവർത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ ചില മാറ്റങ്ങളുണ്ടാവും. അതേ കാണുന്നുള്ളൂ. തീർത്തും അപ്രതീക്ഷിതമായിരുന്നോ കൊല്ലത്തെ സ്ഥാനാർത്ഥി? കുറച്ചൊക്കെ അങ്ങനെയും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യ ലിസ്റ്റുകളിലൊന്നും പേരില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലായിടത്തും പ്രവർത്തിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഞാൻ പിന്നെ ഡേറ്റ് ചാർട്ട് ചെയ്ത് തന്നാൽ മതി. അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ലിസ്റ്റ് വരുന്നതിന് 1 ദിവസം 2 ദിവസം മുമ്പ് പ്രഭാരി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം, കാരണം യു മേ ബി നോമിനേറ്റഡ് ടു കൊല്ലം. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല. അതുകൊണ്ട് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്കറിയാമായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊന്നുമില്ല. എങ്കിലും ഞാനാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ച് നോക്കിയാൽ 2 സ്ഥാനാർത്ഥികളെയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. 2 പേരും കളത്തിലിറങ്ങി നല്ല രീതിയിൽ പ്രചരണം ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അവരോടൊപ്പം ഓടിയെത്തുക എന്നതൊരു വെല്ലുവിളിയാണ്. ഒന്നാമത്തെ കാര്യം, ആരുടെ ഒപ്പം നമുക്ക് എത്തേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും 2 സഖാക്കന്മാരാണ്. അവർ ഒരു മുന്നണിയിലെ ഭാഗമാണ്. എൻ്റെ ഒരു ബലം അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് എൻ്റെ പിന്നിൽ ഒരു അസാമാന്യമൊരു ശക്തി നിൽക്കുകയാണ്. ലോക നേതാക്കളെ തന്നെ ഒന്നാമനായ ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് കൊടുത്താൽ മാത്രം മതി. അതായത് ഈ നാടിന് എന്തൊക്കെ എനിക്ക് കൊണ്ടുവരാൻ കഴിയുന്നു അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം കാണിച്ചു കൊടുത്തു കഴിഞ്ഞു എന്തെല്ലാം കൊണ്ടുവരാൻ. ഇവിടെ തന്നെ നമ്മളൊന്ന് ആലോചിക്കണം, 40 വർഷത്തോളം മുടങ്ങിക്കിടന്ന ഒരു ഹൈവേ അതിൻ്റെ പണി ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ 2ാം ഘട്ടം നടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ എടുക്കുക, 580ഓളം റെയിൽവേ സ്റ്റേഷനുകൾ ഭാരതത്തിൽ വികസിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൊല്ലത്ത് കിട്ടുന്നു. ഇവിടെ നിന്ന് BJPയുടെ MP MLA ഇല്ല. അതുകൊണ്ട് അല്ല, ഇതൊക്കെ തൻ്റെ നേട്ടം എന്നത് പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അല്ല, അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് നമുക്ക് ആർക്ക് വേണം എന്ത് വേണം അവകാശപ്പെടാം. കാരണം ഇപ്പോൾ ഹൈവേ വികസനം, ഈ കൊല്ലത്തെ ഹൈവേ വികസനം ഇവിടുത്തെ MPയുടെ ആണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഹൈവേയുടെ വികസനം അവിടുത്തെ MP അവകാശപ്പെടും. ഇപ്പോൾ ആറ്റിങ്ങിലെത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു തുണ്ടായിട്ടല്ല, ഇത് ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായിട്ട് കശ്മീർ മുതൽ അല്ലെങ്കിൽ പൻവേൽ മുതൽ കന്യാകുമാരി വരുന്ന റോഡ്, അതിൻ്റെ ഭാഗമായി ഒരിടത്ത് ഞാനാണ് ഈ റോഡ് കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റില്ല. അവകാശങ്ങൾ ഉന്നയിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയത്തില്ല. കാരണം ഏത് സംഭവവും ഏത് ഗർഭത്തിനും ചിലർ ഉത്തരവാദിത്വം പറയുന്നൊരു പണ്ടൊരു കഥ തന്നെ നമുക്കുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്ക് അതിനെതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഡിജിറ്റൽ വിപ്ലവം, അതായത് മാധ്യമം തന്നെ നോക്കുക, എത്രത്തോളം ചാനൽസ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ്, അതുപോലെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇതെല്ലാം താഴെത്തട്ടിൽ ഓരോരുത്തരുടെ ഫോണിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മികച്ച പാർലമെൻറ്ററി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് മികച്ച പാർലമെൻറ്ററിനെ കൊണ്ട് കൊല്ലം ജില്ലയ്ക്ക് കിട്ടിയിരിക്കുന്നത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഭയങ്കരമായി സംസാരിക്കുന്നു, പ്രാസംഗികനാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥാപ്രസംഗത്തിൽ നല്ല ആൾക്കാരുണ്ട്, അവരെ അങ്ങോട്ട് അയക്കാവുന്നേ ഉള്ളൂ. നമുക്കിന്ന് വേണ്ടത് കൊല്ലം ജില്ലയ്ക്ക് അല്ലെങ്കിൽ അതാത് ജില്ലയ്ക്ക് ഒരു MPമാരുണ്ട്, അവർ ആ ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്നാണ് നമ്മൾ വരുത്തേണ്ടത്. കാരണം ഇവിടെ തന്നെ എടുക്കുക, കശുവണ്ടി മേഖലയെ കഴിഞ്ഞ 70 വർഷത്തിൽ എവിടെ നിന്നിരുന്നു, അവിടെ നിന്ന് ഈ തകർച്ചയിലേക്ക് ആര് നയിച്ചു? 28 കൊല്ലത്തോളം MP ആയിട്ടും സംസ്ഥാനത്ത് മന്ത്രിയായിട്ടിരുന്നൊരു വ്യക്തിയാണ് ശ്രീ പ്രേമചന്ദ്രൻ. ഇദ്ദേഹമാണോ ഇതിന് കാരണക്കാരൻ? ഈ തകർച്ചയ്ക്ക് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം ഇവരൊക്കെ ഇരുന്നപ്പോൾ ഈ മത്സ്യമേഖല, ഇതുപോലെ കയറ്, കളിമൺ, ഇവിടെ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നു കംപ്ലീറ്റ്ലി തൊലച്ചടുക്കി. ഇദ്ദേഹം 2 ഭാഗത്തിരുന്നു.
UP-യുടെ ഭാഗത്തിരുന്നു, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി തരേണ്ടത്, നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം, എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന, എന്ത് പ്രവൃത്തി നാടിന് വേണ്ടി ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡുകൾ കൊടുക്കുന്നത്, ആരാണ് ഈ അവാർഡുകൾ കൊടുക്കുന്നത്, ഇത് കണ്ടെത്തണം. ഇപ്പോൾ മോദിയുടെ വരെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു പാർലമെന്റേറിയൻ ആണല്ലോ NK പ്രേമചന്ദ്രൻ. അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അംഗീകാരം കിട്ടുന്നത്? അദ്ദേഹം പല MP-മാരെയും ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു, നമ്മുടെ MP-യും അവിടെ പോയിരിക്കുന്നു, ഇരുന്നിട്ട് പറയുന്നു ഏറ്റവും മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും പറയാൻ ശ്രമിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഏറ്റവും മികച്ച ഇന്ത്യ കണ്ട പ്രധാനമന്ത്രി ആയിരുന്നു വെച്ചാൽ നരേന്ദ്രമോദി. അതിന് ഇവിടുത്തെ MP-യും അംഗീകാരം കൊടുക്കുന്നു. അത് സന്തോഷമേ ഉള്ളൂ, മികച്ച പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ പക്ഷേ എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നില്ല? അതേ നമ്മുടെ ചോദ്യമുള്ളൂ. അങ്ങനെ പറയുമ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP-യുടെ വോട്ടുകൾ മറയ്ക്കുന്നു എന്നതാണ്. അത് കൂട്ടിക്കെട്ടുന്നത് ഈ പറഞ്ഞ MP-യും പ്രധാനമന്ത്രിയുമായിട്ടുള്ള അടുപ്പം, അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അത്തരമൊരു ആരോപണം ഉയർന്നു വരുന്നത്. പ്രധാനമന്ത്രി പലരെയും, അദ്ദേഹം പ്രതിപക്ഷ MP-മായിരുന്നു അല്ലെങ്കിൽ ഭരണകക്ഷിയൊന്നുമില്ല, എല്ലാവരെയും ഭക്ഷണത്തിനായിട്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകും. കാരണം അദ്ദേഹം പറയുന്നത് 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ വികസനം വരണം. അതുകൊണ്ട് എല്ലാ MP-മാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ വിളിക്കുന്നു. ആ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം പ്രചരണം നടത്തുന്നെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയില്ല. നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെ ഒരു അടുപ്പം ഉള്ളതായിട്ട് താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതോ അല്ല, ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം ഒരു MP-യാണ്. MP MLA അല്ലാത്ത ഞാൻ തന്നെ അദ്ദേഹത്തെ 4 തവണ സന്ദർശിച്ചു കഴിഞ്ഞു. എൻ്റെ ഇഷ്ടംപോലെ ചിത്രങ്ങളുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയത് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒന്നുമല്ല. ഞാൻ അന്ന് തിരുവനന്തപുരം മേഖലയിലെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈഞ്ചക്കൽ ജംഗ്ഷനിലെ വലിയൊരു ഗതാഗത കുരുക്ക്, അതിനെങ്ങനെ പോംവഴി ഉണ്ടാക്കാം, മത്സ്യമേഖലയിലെ വലിയ തുറയിലെ വലിയൊരു വിഷയം, അതിനെങ്ങനെ വഴിയുണ്ടാക്കാം, ഇത്തരം വലിയ വലിയ കാര്യങ്ങളായിട്ട് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പോയാൽ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സാണ് നടപടി ഉണ്ടാകുന്നത്. അതാത് മിനിസ്ട്രിയോട് വിളിച്ചവിടുന്ന് ഫോൺ പറയും, ചെന്ന് കണ്ടോളാൻ പറയും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമുക്ക് അവാർഡുകൾ വാങ്ങാനാണ് എളുപ്പമാണ്. നമുക്ക് സിനിമയിലൊക്കെ ഈ കുറേ കാലം സിനിമയിൽ നിൽക്കുമ്പോൾ അഭിനയിച്ചാൽ ഇല്ലെങ്കിൽ ഒരു അവാർഡൊക്കെ തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കർഷം നിന്നതല്ലേ, ഇനിയിപ്പോൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു അവാർഡ് കൊടുക്കും. അതുകൊണ്ട് ഈ ഒരു അവാർഡ് കൊണ്ട് ഒരു മികച്ച നടനാവണമെന്നില്ല. അത് കാലാകാലങ്ങൾ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു അവാർഡുകളല്ല വേണ്ടത്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വന്നാൽ BJP വോട്ട് മറിക്കുന്നു എന്നത് പല സമയത്തും സംസ്ഥാനത്ത് ഉയർന്നു കേട്ടിട്ടുള്ള ഒരു ആരോപണമാണ്. പക്ഷേ കൊല്ലത്ത് ഈ ഏറ്റവും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ പോലും 2014 ഒക്കെ അത് ഉയർന്നു കേട്ടു. നമ്മളുടെ ജില്ലയിലെ കൂട്ടായ്മയിൽ BJP നേതൃത്വത്തിനിടയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടോ? ആദ്യം വോട്ട് മറിക്കുന്നതിനെ പറ്റി പറയാം. ഇത് നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് വോട്ട് മറിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു വ്യക്തി വിചാരിച്ചാൽ ഇത്ര വോട്ടങ്ങ് മാറ്റാൻ പറ്റുമോ? ഇതൊക്കെ പണ്ട് നമ്മൾ മേബി ഒരു കാലത്ത് നടന്നിരിക്കാം. ഇന്ന് ഇതൊന്നും ആരും ചെവി കൊള്ളാൻ പോകുന്നില്ല. രണ്ടാമത്തെ വിഷയം വോട്ട് മറിക്കൽ എന്ന് പറയുന്നു. ഇപ്പം തന്നെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയിലെ 2 സഖാക്കന്മാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ആരാ മറിക്കുന്ന ആർക്ക്? NDA എന്ന് വെച്ചാൽ ഒറ്റ മുന്നണിയുള്ളൂ, പിന്നെ ഒരു സ്ഥാനാർത്ഥിയുള്ളൂ, കൃഷ്ണകുമാർ. അപ്പുറത്ത് 2 പേര് ഒരേ മുന്നണിയില്ല. അപ്പോൾ അവർ തമ്മിലല്ലേ അഡ്ജസ്റ്റ്മെൻറ്റ്? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കൊല്ലം ജില്ലയിലെ ജനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും ഒരേ മുന്നണിയിലെ സഖാക്കൾ. അപ്പോൾ BJP അവർക്ക് മറിക്കുന്നത് അവർ തമ്മിൽ തല്ലിയാൽ നമുക്കാരെങ്കിലും മറിച്ച് തന്നാൽ സന്തോഷം കേട്ടോ. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരു വോട്ടും പോവില്ല. ഇതിപ്പോൾ കൃഷ്ണകുമാർജി ഇവിടെ എത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നല്ലോ. ബാനറുകൾ കെട്ടിക്കിടക്കുന്നു, താൻ സ്വന്തമായിട്ട് അടിച്ച ബാനർ പോലും കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടി. അതിപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ആര് ചൂണ്ടിക്കാട്ടി? അവിടെയാണ് വിഷയം. ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. കാരണം ഞാനും ഇവിടുത്തെ BJP-യുടെ നേതാക്കളുമായിട്ട് ഇന്നും ഇന്നലെയുള്ള ബന്ധമല്ല. ഈ ഞങ്ങളെപ്പറ്റി 2 പേരെ പറ്റി പറഞ്ഞു, എന്നെയും ശ്രീ ഗോപകുമാറിനെ പറ്റി. ഞങ്ങൾ വർഷങ്ങളായുള്ള ബന്ധമാണ്, സഹോദര തുല്യന്മാരാണ്. നമ്മളിവിടെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊരു പോരായ്മ ആരെങ്കിലും ചൂണ്ടിക്കാട്ടട്ടെ. ഇവിടെ അതിശക്തമായി പരാതി പറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അതെ, ഞാനും അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി. എന്നിട്ട് ചോദിച്ചു, ആരാണ് പരാതിപ്പെട്ടത്? എന്തെങ്കിലും ഒരു രേഖ നിങ്ങളുടെ കൈവശമുണ്ടോ? ആ പരാതി വന്ന മേഖലകളിൽ നിശബ്ദതയായിരുന്നു. ഇത് പരാജയ ഭീതി എന്നൊരു സംഭവമുണ്ട്. സ്വാഭാവികമായിട്ടും കാലങ്ങളായിട്ട് കൊല്ലത്തെ സ്ഥാനാർത്ഥികൾ ജയിക്കും.